ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണോ? നമുക്കിവിടെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറൊന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. അപ്പം ഇന്ന് രാവിലത്തെ ചായൻ്റെ കടി പുട്ടാണ്. കുറച്ച് മൈസൂർ പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പുട്ടും പഴം ആക്കാമെന്ന് കരുതി. അപ്പം ചായക്കുള്ള വെള്ളം ഇവിടെ ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പുട്ടൊക്കെ ചുട്ടെടുക്കലാണ്. അപ്പം ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുകൊണ്ടു. അങ്ങനെ നമ്മൾ പുട്ട് മുഴുവനായിട്ട് ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതാ ചായയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് വെള്ളിയാഴ്ചയാണ്, മക്കൾക്ക് മദ്രസൊന്നുമില്ല. അപ്പോൾ കുറച്ച് സമയം ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇപ്പോൾ വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അവർക്ക് സ്കൂൾക്ക് കൊടുത്ത് വിടണത് ഇന്നിപ്പം നെയ്ച്ചോറും ചിക്കൻ കടായും ആക്കാമെന്നാട്ടോ കരുതുന്നത്. അപ്പോൾ വേഗം ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് വേഗം നെയ്ച്ചോറൊക്കെ വെക്കാനുള്ള പുറപ്പെടലാണ്. അങ്ങനെ ഞാൻ കുക്കറിൽ കുറച്ച് നെയ്യും അതേപോലെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഉള്ളിയും കൂടി വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ സ്പൈസസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലോണം വാട്ടിയെടുത്തതിന് ശേഷം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം 3.5 കപ്പ് അരിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 7 കപ്പ് വെള്ളം എന്നുള്ളതിൽ എടുത്തിരിക്കണം. ഞാൻ അരിൻ്റെ ഇരട്ടി വെള്ളമാണ് ഇട്ട് കൊടുക്കൽ. അത് കറക്റ്റ് അളവാകലുമുണ്ട്, പാകത്തെ വേവന്നെ ആയി കിട്ടലുമുണ്ട് കേട്ടോ. പിന്നെ ഒറ്റ വിസിൽ അടുപ്പിക്കലേ ഉള്ളൂ. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ പിന്നെയാണ് ഓർമ്മ വന്നത് ക്യാരറ്റ് ഇട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞാനൊരു ക്യാരറ്റും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് അതവിടെ വേഗം തിളക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അടച്ച് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തിളക്കൂട്ട് വെള്ളം. അങ്ങനെ തിളച്ചേക്ക് ഞാൻ അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് അവിടെ അടച്ച് വെച്ചുകൊണ്ട് വേവിക്കും. ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. എന്നാൽ തന്നെ പാകത്തെ വേവാകും. വെള്ളം തന്നെ കറക്റ്റ് അളവും ആകും കേട്ടോ. ചിലവരൊക്കെ കാണാം 1.5 കപ്പ് വെള്ളമൊക്കെ എടുക്കണം കേട്ടോ ഒരു കപ്പ് അരിക്ക്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ളതിലാണ് ഞാൻ എടുക്കൽ. അത് കറക്റ്റായി വരലുണ്ട്, പാകത്തെ വേവും ആവലുണ്ട് കേട്ടോ. അപ്പം അതങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ട് അവന് ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയാണ്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ നെയ്ച്ചോറോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ കടായി ഉണ്ടാക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ മസാല ഇട്ടത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ട് മിക്സാക്കിയിട്ട് ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കലാണ്. അപ്പം മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാനാവണം കരുതിയിട്ട് പെട്ടെന്ന് ആക്കുകയാണ് കേട്ടോ. അതാണ് ഞാൻ ചിക്കൻ മസാല ഇട്ടുന്നതും ക്ലീൻ ആക്കുന്നതൊന്നും വീഡിയോ എടുക്കാഞ്ഞത്. ഉണ്ടാക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 2 ട്രിപ്പാക്കിയിട്ട് ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ മുഴുവനായിട്ടും അവിടെ പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ സെയിം എണ്ണയിൽ തന്നെയാണ് കേട്ടോ ആ ഉള്ളി 2 ഉള്ളിയാണ് അരിഞ്ഞിട്ടുള്ളത്. അതും കൂടെ വാട്ടിയെടുക്കുന്നുണ്ട്. നല്ലോണം വാടണം കേട്ടോ ഉള്ളി, അപ്പോഴേ അതിന് ചിക്കൻ കടായിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ അവിടെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 തക്കാളി ജ്യൂസ് ആക്കിയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ തക്കാളീൻ്റെ കഷ്ണമായിട്ട് അങ്ങനെ കിടക്കും. അപ്പം ജ്യൂസ് അടിച്ച് കാണാണ്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനിയിപ്പം ഇതൊക്കെയുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതിൻ്റെ അടുക്കായിട്ട് ഇപ്പോൾ ക്യാപ്സിക്കനും അതേപോലെ കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തത്. ക്യാപ്സിക്കം ഇവിടെ ഉണ്ടായിരുന്നു, ഇട്ട് കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ ഇവിടെ ഉണ്ടായപ്പോൾ ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ ഒരു 1.5 സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുളകും മഞ്ഞളൊക്കെ കുറച്ച് നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്തപ്പോഴും ഇട്ടിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ കടായി ഉണ്ടാക്കുമ്പോൾ, അപ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടുക. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തു. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ.
കുറച്ച് കായമാണല്ലോ. അപ്പം ഞാൻ ആ ജ്യൂസ് അടിച്ച ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ പാർന്ന് കൊടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ചിക്കന് ഫ്രൈ ആക്കിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയം ഇതിൽ കടന്നുകാണ്ട് വേവട്ടെ. അങ്ങനെ കുറച്ച് സമയം അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് തക്കാളി സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഇതിലുണ്ട്. അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അതും കൂടി ഇടുമ്പോഴാണ് കേട്ടോ കടായിൻ്റെ ടേസ്റ്റും കൂട്ടി. നമുക്ക് ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിക്കൻ കടായി കിട്ടൂലേ, അതിൻ്റെ ആ ടേസ്റ്റിന് വരാൻ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. കുറച്ച് പെരുംജീരകം, അതേപോലെ ഉണക്കമുളകുണ്ടല്ലോ, അതും കൂടെ ഒന്ന് വറുത്തെടുക്കണം. പിന്നെ പച്ചമല്ലിയും കൂടി വേണം കേട്ടോ. പച്ചമല്ലിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഈ ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടി നമുക്ക് ടേസ്റ്റ് കിട്ടുക. അങ്ങനെ ഇപ്പോൾ അത് നമ്മളെ ചിക്കൻ കടായി ഇവിടെ റെഡിയായി. ഇനിയിപ്പം കുറച്ച് തൈരും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ അതവിടെ ഓഫാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ആ തൈര് ഉണ്ടാക്കണം. അപ്പോൾ ഒരു പാക്കറ്റ് തൈര് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മക്കളൊക്കെ വിളിച്ചുണർത്തി പല്ലൊക്കെ തേപ്പിച്ച് ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ കുളിച്ച് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നെയ്ച്ചോറും കടായിയാണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പം ഇന്ന് സ്കൂൾക്കൊക്കെ പോകാൻ, ഇങ്ങനത്തെ സ്കൂൾ കൊണ്ടുപോകണ ഭയങ്കര കമ്പാണ് കേട്ടോ. ഞാൻ അധികം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കലും ഉണ്ട് ഒരു പറയുമ്പോൾ. അങ്ങനെ അതാ നമ്മളെ തൈരും ഇവിടെ റെഡിയായി. പച്ചമുളകും ഒരു വലിയ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയി. മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നമ്മളെ ക്ലീനിങ്ങും കുളിയും എല്ലാം കഴിഞ്ഞു. ഇതേപോലെ ചുമയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ കടായിൻ്റെ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പം ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ മാതിരി ലൈക്കും ഷെയറൊന്നും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.